For a brilliant move, choose ഭവൻസ് വിദ്യാലയ ഒറ്റപ്പാലം. വിശ്വസിച്ചേൽപ്പിക്കാം വരും തലമുറയെ. ഷൊർണൂരിലെ വിശ്വാസി സമൂഹം LDF-നും UDF-നും ഇത്തവണ വോട്ട് നൽകില്ലെന്ന് ഉറപ്പിച്ച് ഷൊർണൂർ നിയോജക മണ്ഡലം BJP സ്ഥാനാർത്ഥി ശങ്കുട്ടി ദാസ്. വികസിത കേരളം, വിശ്വാസ സംരക്ഷണം, സുരക്ഷിത കേരളം തുടങ്ങിയ ആശയങ്ങളാണ് BJP മുന്നോട്ട് വെക്കുന്നതെന്ന് ഷൊർണൂർ നിയോജക മണ്ഡലം BJP സ്ഥാനാർത്ഥി ശങ്കുട്ടി ദാസ്. വികസനം എവിടെയും ഉണ്ടായിട്ടില്ല എന്നും ശബരിമലയിലെ ദ്വാരപാലകരെ പോലും വെറുതെ വിടാത്ത LDF സർക്കാരിന് എങ്ങനെയാണ് വിശ്വാസികൾ വോട്ട് നൽകുക എന്നും ഷൊർണൂർ നിയോജക മണ്ഡലം BJP സ്ഥാനാർത്ഥി ശങ്കുട്ടി ദാസ് ചോദിച്ചു. ഒന്ന് വികസിത കേരളം, രണ്ട് വിശ്വാസ സംരക്ഷണം, മൂന്ന് സുരക്ഷിത കേരളം എന്ന് പറയുന്ന ആശയങ്ങളാണ്. വികസനത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, ഇവരുടെ നേതൃത്വത്തിലൂടെ ഉണ്ടായിട്ടുള്ള വികസനം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഈ പറയുന്ന വിശ്വാസ സംരക്ഷണത്തിന്റെ കാര്യം എടുത്തു നോക്കൂ. ഇടതുപക്ഷത്തിന് എങ്ങനെയാണ് ഇവിടുത്തെ വിശ്വാസി സമൂഹം വോട്ട് ചെയ്യുന്നത്? ശബരിമലയിൽ നിലനിൽക്കുന്ന നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ആചാര പദ്ധതി അട്ടിമറിക്കാൻ ശ്രമിച്ചിട്ടുള്ള ആളുകൾ, ശബരിമല ക്ഷേത്രത്തിലെ അയ്യപ്പന്റെ സ്വത്തും സമ്പാദ്യവും കക്കാൻ ശ്രമിച്ചിട്ടുള്ള ആളുകൾ, ദ്വാരപാലക ശില്പത്തെ പോലും വെറുതെ വിടാത്ത ആളുകൾ. സാധാരണ ശ്രീകോവിലിന് കാവലിൽ നിൽക്കാനാണ് ദ്വാരപാലകൻ. ആ ദ്വാരപാലകന്റെ വരെ പോക്കറ്റടിക്കുന്ന ആൾക്കാരാണ് ഇവർ. എന്താ പറയുക, ശബരിമല ക്ഷേത്രത്തിന്റെ പരിശുദ്ധി തകർക്കാൻ വേണ്ടി വളരെ ബോധപൂർവ്വം പരിശ്രമിക്കുകയും വിശ്വാസ സമൂഹത്തിന്റെ മനസ്സ് മുറിവേൽപ്പിക്കുകയും ആയിരക്കണക്കിന് ആളുകൾക്കെതിരെ കേസെടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആളുകളാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെയും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കേസ് നിലനിൽക്കുന്നുണ്ടെന്ന് കോൺഗ്രസ് നേതാവ് വെളിപ്പെടുത്തിയിട്ടുണ്ടെന്നും അതുകൊണ്ട് കോൺഗ്രസിനും വിശ്വാസി സമൂഹം വോട്ട് നൽകില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ നിൽക്കുന്ന UDF-ന്റെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് നിങ്ങളും കേട്ടിട്ടുണ്ടാവും. ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. എലമ്പലാശ്ശേരി ക്ഷേത്രത്തിലെ 12 ലക്ഷം രൂപയുടെ മിസ്അപ്രോപ്രിയേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസുണ്ടായിരുന്നു എന്നും അറസ്റ്റ് നടന്നിട്ടുണ്ടെന്നും അതിൽ അദ്ദേഹത്തിൻ്റെ ഒപ്പം ആ കാലത്തുണ്ടായിരുന്ന ഒരു പ്രമുഖ കോൺഗ്രസ് നേതാവ് തന്നെ അതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. താങ്കളും കണ്ടിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ രണ്ടു കൂട്ടരും ക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ, വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ നടത്തിയിട്ടുള്ള ഇടപെടൽ എന്താണ്? വർഗീയ പാർട്ടികളായ SDPI, ജമാഅത്തെ ഇസ്ലാം എന്നിവരുമായി സഹകരിക്കുന്ന LDF, UDF പാർട്ടികൾക്ക് എങ്ങനെ സുരക്ഷിതം ഉറപ്പുവരുത്താൻ സാധിക്കുമെന്നും ശങ്കുട്ടി ദാസ് ചോദിക്കുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ BJP-യാണ് നല്ല ഓപ്ഷൻ എന്നും അദ്ദേഹം പറഞ്ഞു. ഇസ്ലാമിക രാഷ്ട്ര സ്ഥാപനത്തിന് വേണ്ടി ശക്തമായി വാദിക്കുന്ന ആളുകളാണ്. അവരുടെ പാർട്ടിയുമായിട്ടാണ് മറ്റേ കൂട്ടർ സഖ്യം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്കിടയിൽ ആളുകൾക്ക് സുരക്ഷിതമായി സ്വസ്ഥതയോടുകൂടി അവനവൻ്റെ ആചാരവും അവനവൻ്റെ അനുഷ്ഠാനവും അവനവൻ്റെ വിശ്വാസവും അവനവൻ്റെ കുടുംബത്തിൻ്റെ ഭദ്രതയും ഉറപ്പുവരുത്തിക്കൊണ്ട് ജീവിക്കാൻ BJP അല്ലാണ്ട് ഒരു ഓപ്ഷൻ ഇല്ല. ഈ കാര്യങ്ങളൊക്കെ ആളുകൾ താരതമ്യം ചെയ്യുമല്ലോ. വ്യക്തികളെ, അവരുടെ പ്രസ്ഥാനങ്ങളെ, അവരുടെ ആശയങ്ങളെ ഇതെല്ലാം താരതമ്യം ചെയ്തുകൊണ്ടായിരിക്കുമല്ലോ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്.